ഹലോ മച്ചാന്മാരെ, പ്രോ ഗെയിമർ വൈറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും എത്തിയിരിക്കുന്നു ഗൈസ്, നല്ലവളായ ഗ്രാനിയുടെ എപ്പിസോഡുമായിട്ട്. അപ്പോൾ നമ്മൾ മുമ്പ് 2 എപ്പിസോഡുകൾ ചെയ്തായിരുന്നു, ചൂവറും മെയിൻ ഡോറും. അത് എസ്കേപ്പും ആയിരുന്നു ഹാർഡ് മോഡിൽ തന്നെ. അപ്പോൾ അത് പോയി കാണാത്തവർ കണ്ടിട്ട് വരിക. ഓക്കെ, കാർ എസ്കേപ്പ് ഇച്ചിരി അധികം ടഫാണ് ഗൈസ്, എന്നാലും നമ്മളത് കംപ്ലീറ്റ് ചെയ്തെടുക്കും. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ കൂടെ നമുക്ക് കമൻറ്റ് വിട്ടു ഗൈസ്, ബ്രോ കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഫസ്റ്റാണ് അങ്ങനത്തെ ഒരു കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ബ്രോ വെരി താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നല്ല ഗൈസ്, പറ്റിയിരിക്കും. ഓക്കെ, സോ എസ്കേപ്പ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിനകത്തെന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ മൊത്തം തന്നെ ഏതാണ്ട് നമ്മുടെ ഗ്രാനിയുടെ വീട്ടിൽ തന്നെയാണ് ഗൈസ്. നമ്മുടെ ചൂവറിലോട്ട് ഇറങ്ങേണ്ട കാര്യമേ അധികമില്ല. അതാണ് ഗൈസ് കുറച്ച് ടഫ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഗ്രാനിയിൽ തന്നെ മാനേജ് കളിക്കണം. ഒപ്പം ഹാർഡ് മോഡായതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒടുക്കത്തെ സ്പീഡും ഗൈസ്. എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയത്തില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ദേ തള്ള എത്തിക്കഴിഞ്ഞു ഗൈസ്. ദേ ഓക്കെ, നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം ഗൈസ്. എന്നും നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെ ഇത് തുറക്കുക, ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിതേ കയറി പോവുക. ഓക്കെ, തള്ളയുടെ ഇളിയും വളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂണ്ടി നമ്മുടെ അടുത്ത് കൊണ്ടുവെക്കാം. ഓക്കെ, ഈ സൗണ്ട് കേട്ട ഗ്രാനിക്ക് വീക്ക്നെസ് ആണ് ഗൈസ്. ഓക്കെ, ഗ്രാനി തുറന്നു തുടങ്ങി. ഓക്കെ, നമ്മുടെ ഗ്രാനി മോഡ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓടുന്നു ഗൈസ്, ഓടുന്നു ഷോർട്ട് ഗണ്ണിൻ്റെ. ഓക്കെ, സന്തോഷം. ഓക്കെ, ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടുമായിട്ട് ഓടുന്നു ഗൈസ്. ഇത് നിൽക്കാണ്ട് വെക്കണയാണ് ഗൈസ് കൂടുതൽ ബെറ്റർ. നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പെട്ടു എന്നാണ് ഗൈസ് സാരം. ഓക്കെ, അപ്പോൾ ഓക്കെ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് വന്നിട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, ഞാൻ കരുതി ആ ചുണ്ണിവാവ ചിലപ്പോൾ ഇങ്ങോട്ട് വരും, അതാണ് ഞാനൊന്ന് മിണ്ടാതിരുന്നത് കേട്ടോ. ഓക്കെ, ചുണ്ണിവാവ പെട്ടെന്ന് ഓടി വരും. അപ്പോൾ നമുക്ക് ചൂ ഡ്രൈവറിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്, ബിക്കോസ് പാഡ് ലോക്കി വേണം നമുക്ക്. ഓക്കെ, തള്ള അവിടെ തന്നെ ഏണ്ടൊക്കെ മറിച്ചിട്ടുണ്ട് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, ഇത് വലിയ പാടൊന്നുമില്ല, പിന്നെ എൻ്റെ കുറച്ചധികം മിസ്റ്റേക്കുകളൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് തോന്നിയത് പാടാന്ന്. ഓക്കെ, വലിയ പാടൊന്നുമില്ല, അതാകുമ്പോൾ എളുപ്പമാണെന്നാണ് ശരിക്കും തോന്നണത്. കാരണം ഇതിനകത്തുള്ള മിക്ക സാധനങ്ങൾ ഈ പുള്ളിക്കാരുടെ വീട്ടിൽ തന്നെയാണ്. ചൂവറിലോട്ട് വെറുതെ ചാടേണ്ട കാര്യമില്ല. ഓക്കെ, അത് വലിയ പണിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഓക്കെ, സൗണ്ട് ഉണ്ടായിട്ടുണ്ട്. സൗണ്ട് ഉണ്ടായാൽ നമുക്കൊരു വീക്ക്നെസ് ആണ് തളനൊന്ന് പൂശുക എന്നുള്ളത്. അപ്പോൾ പൂശിയിരിക്കും ഗൈസ്, പേടിക്കണ്ട. മത്സമാർ നമുക്ക് അങ്ങനെ തോക്കിയിട്ടിട്ടുണ്ട്. തോക്കിൽ 2 ഉണ്ടയും കിട്ടിയിട്ടുണ്ട്. സോറി ഗൈസ്, 2 കയറില്ല, അപ്പോൾ 1 കയറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സുണ്ണി റീലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുണ്ണീനെ നമ്മൾ വിളിക്കുന്നു. സുണ്ണി മോളെ വാടിയെന്ന് വിളിക്കുമ്പോൾ ഗ്രാനി ഓടി വരുന്നു, പൊട്ടിക്കുന്നു ഗൈസ്. വായിൽ പന്നപ്പടക്കം ഇട്ട് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പന്നപ്പടക്കത്തിന് കൂടെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആമോ കിട്ടിയിട്ടുണ്ട്. ആമോയും കാര്യങ്ങളുണ്ട്, നമ്മൾ വിടുന്നു ഗൈസ്, പിറക്കുന്നു. ഓക്കെ, നമുക്ക് ചൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ അങ്ങ് വീഴ്ത്തിയേക്കാം. ഓക്കെ, പുള്ളിക്കാർ ഇപ്പം തന്നെ സ്പോൺ ആവും, അതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതിനുണ്ട്. അപ്പോൾ കലാശം നോക്കി പൊട്ടിക്കുന്നു, ചൂ ഡ്രൈവർ താഴേക്ക് വീഴുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആമോ ഉണ്ട്. അപ്പോൾ ആമോ റീലോഡ് ചെയ്യുന്നു, സാധനം ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു, നമ്മൾ എൻജിൻ പാർട്ട് എടുക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ എൻജിൻ പാർട്ട് എടുക്കുന്നു, നമ്മൾ ഡോർ അടയ്ക്കുന്നു, നമ്മൾ താഴേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യണം ഗൈസ്, ബിക്കോസ് ഈ മോഡ് എനിക്ക് ഇച്ചിരി പാടായിട്ടാണ് തോന്നിയേക്കണേ. ചിലവർക്ക് എളുപ്പമായിരിക്കും ഹാർഡ് മോഡിലൊക്കെ ചെയ്യാം, പക്ഷേ എനിക്ക് കുറച്ചധികം പാടാണ്. റെഞ്ച് നമ്മുടെ സ്പെഷ്യൽ കീ യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഓക്കെ നമുക്ക് ഗ്യാസ് ഓയിലിന് എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഗ്യാസ് ഒലിങ്ങിയാൽ നമ്മൾ അവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാനിത്തള ചിലപ്പോൾ അങ്ങോട്ട് പോവാമായിരിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ തള്ളേനെ വെയിറ്റ് ചെയ്താണ് ഗൈസ് ഇവിടെ നിൽക്കണത്. ഓക്കെ, ഈ വഴി വന്നു കഴിഞ്ഞാൽ മൂഞ്ചി ഗൈസ്, കാരണം സ്പോൺ ആവണേ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എടാ വന്ന വഴിയെ പുള്ളിക്കാരി എന്നെ കണ്ടു. അപ്പോൾ നമ്മുടെ ആ കാര്യം അങ്ങ് തീർപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഹോളിൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ കേട്ടോ. അപ്പോൾ ഏതായാലും ഹോളിൻ്റെ ഉള്ളിൽ കയറിയതല്ലേ ഗൈസ്, നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഏതായാലും വന്ന സ്ഥിതിക്ക് നമ്മളൊന്നും വെറുതെ വിടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഗ്രാനി ഇപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ചുണ്ണി ഡ്രോപ്പ് ചെയ്യാം ഗൈസ്, ഇപ്പിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടെയല്ലേ വെക്കണ്ടേ? ഓക്കെ, വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ട്. ഈ തള്ളയ്ക്കൊരു ബോധമല്ല വരുമല്ലോ. ഓക്കെ,
അപ്പോൾ പെട്രോൾ ക്യാൻ വീഴ്ത്തിട്ടുണ്ട്. ഇവിടെ തന്നെ കിടക്കട്ടെ ഗൈസ്, വലിയ അകലമൊന്നുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഓണാക്കിയിട്ടേക്കാട്ടാ, ഇല്ലേ തള്ള വരുമ്പോൾ വെറുതെ നമ്മൾ ആ സമയത്ത് അതുകൊണ്ട് ഉരുണ്ട് കളിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചത്തിട്ടില്ല കേട്ടോ, ചാവാണ്ട് എസ്കേപ്പ് ആകാൻ പറ്റൂല, എന്നാലും ഒരു ട്രൈ ചെയ്യാം. ഓക്കെ, ഈ ചുണ്ണിമോൾ വരുന്നില്ല, എൻ്റെ സമയം വേസ്റ്റിങ് ഗൈസ്, എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ചുണ്ണിമോൾ വരുന്നു. പുള്ളിക്കാരി കാലം അങ്ങോട്ട് നടക്കണം, പിന്നെ പുറകോട്ട് നടക്കണം, പക്ഷേ പുള്ളിക്കാരി ഇവിടം വരെ എത്തുന്നുണ്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ വാതിൽ അടച്ചിട്ടുണ്ട്, പുള്ളിക്കാരിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള നമ്മുടെ ബിംബ് സ്മോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമാണ് കേസ് സംഭവമൊക്കെ. ഓക്കെ, സ്മോക്ക് അടിച്ച് കിടക്കുകയാണ് കേസ്, പുള്ളിക്കാരുടെ ദിവസത്തെ പണിയാണ് കേസ് അത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചൂട് ഡ്രൈവറും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ കീ പെട്ടെന്ന്. ഓക്കെ, ഗ്രാനി ഈസ് ഗോ 30 seconds. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി തള്ള പോയിട്ടുണ്ടെന്നാണ്, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നേരെ വാതിലടച്ച് വീട്ടിലേക്ക് പോവുക ഗൈസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമല്ല, മുമ്പ് വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ അതൊക്കെ ഞാൻ ഇപ്രാവശ്യം ശരിയാക്കിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു കുശ്വാസങ്ങൾ എടുത്ത് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റെഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ ഈ റെഞ്ചിൻ്റെ ആവശ്യമുണ്ട്. അവിടെ എന്തോ ഒരു ആക്സിലറേറ്ററും കാര്യങ്ങളും നമ്മൾ വെച്ചായിരുന്നു, അപ്പോൾ അത് വെക്കാനാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഗ്രാനി മോള് വന്നോന്ന് എനിക്കൊരു ഡൗട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഗ്ലിച്ച് അറിയില്ലാത്തൊരു ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ തടിപ്പലകയുടെ അടുത്ത് പോയിട്ട് അതേ വന്ന് തട്ടരുത് വീഴരുത്. ഓക്കെ, വീണില്ല ഭാഗ്യം. ഓക്കെ, പ്ലാങ്ക് മൊത്തം തള്ള തന്നെ പൊളിച്ചിട്ടുണ്ട്. അവിടെ അങ്ങോട്ടാ പോണേ. ഓക്കെ ഗൈസ്, ഈ ട്രിക്ക് അറിയില്ലാത്തവർ ഗൈസ്, പുള്ളിക്കാരി അവിടെ കിടന്ന് എന്താണ് ഗൈസ് കാണിക്കുന്നത്? ഓക്കെ, ഡോർ അടച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം അറിയില്ലാത്തൊരു നമുക്ക് ഹാമറിൻ്റെയും കൂമറിൻ്റെയും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെന്താണ് ഗൈസ് ഈ തള്ള അവിടെ കിടന്ന് കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം മിക്കവാറും ഈ സ്പോഞ്ചിൻ്റെ സാധനം തള്ള മറച്ചിട്ടിട്ട് പോവും. ഓക്കെ, ട്രാപ്പ് അവിടെ ഇട്ടാണ്, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, തള്ള അവിടെ ഞെളിഞ്ഞിപ്പുണ്ട്. ആ സാധനം തട്ടി മറിച്ചില്ല ഗൈസ്, അതിൻ്റെ വലിയ ഡിസ്റ്റൻസിലൂടെയാണ് പുള്ളിക്കാരി പോയത്. അപ്പോൾ നമുക്ക് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, ഇല്ലേ പണി കിട്ടും ഗൈസ്. ഓക്കെ, ഇവിടെ ട്രാപ്പ് ഇട്ടിട്ടുണ്ടോ? ഓക്കെ, ഇല്ല. അപ്പോൾ നമ്മളുടെ റെഞ്ച് എടുത്തിന് മുറുക്കണം ഗൈസ്. ഓക്കെ, അത് വലിയ പണിയൊന്നുമില്ല, എന്നാലും മുറുക്കണം എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാം മുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സുനയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ സുന എടുത്തിട്ട് ഇവിടെ ഇടണം ഗൈസ്. അപ്പോൾ നമ്മുടെ തള്ള എത്തും, ഇവിടെ പാഞ്ഞെത്തും. ഓക്കെ, എണ്ണിയാൽ മതി ഗൈസ്, നമുക്ക് എത്ര സെക്കൻഡ് എടുക്കും നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 സെക്കൻഡ് കൊണ്ട് തള്ള ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് എത്തിയോണ്ട് 30 സെക്കൻഡത്തേക്ക് ഇനി മൈൻകോൾ തള്ളയെന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ തള്ളയുടെ പൂതി കടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടാണ് ഗൈസ്, ഓടുവാണ്. ഓക്കെ, നമ്മൾ ചുണ്ണി പറിച്ചുകൊണ്ട് ഓടുകയാണ്, ഓടി തളരുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുണ്ണി ബുക്കൊന്നും നമ്മൾ വെച്ചിട്ടില്ല ഇതുവരെ, അതൊക്കെ പിന്നെ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഏതായാലും എങ്ങനെ ഇരിക്കണം? എടാ എൻ്റെ മോനെ ഗൈസ്, പന്ന ചെയർ ഗൈസ്, ആ ചെയറി തട്ടി ഞാൻ ചത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാണ്? ഓക്കെ, അത് ഞാൻ ചത്തമായിട്ട് കൂട്ടണല്ല, നിങ്ങളും കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് ഞാൻ അവിടെ ഒന്നും ചെയ്തില്ല, ആ കസേര തന്നെ മറിഞ്ഞ് ഞാൻ ചത്തതാണ് ഗൈസ്. ഓക്കെ, അല്ല ഇനിയും ചാവാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് തോന്നണേ. ഇനി നമ്മൾ ഓടിച്ചെല്ലുക ഗൈസ്, ഓടിച്ചെല്ലുക. തള്ള വന്നതിന് മുമ്പ് നമ്മളെ പെട്ടെന്ന് ചെല്ലണം. ഓർഡർ മോനെ, ഓർഡർ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചെന്നിട്ട് ഇവിടെ നമ്മുടെ കാർ ബാറ്ററി ഉണ്ട്. ഓക്കെ, ഈ ഒരു സാധനം വർക്ക് ആവുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഗ്രാനി ഇങ്ങനെ ഓടി പോകുന്നതാണ് ഗൈസ് ഇവർ പറഞ്ഞേ. ഓക്കെ യെസ് ഗൈസ്, ആ ഒരു ഗ്ലിച്ച് വർക്കിംഗ് ആണ്. തള്ള ഓടിപ്പോയി ഗൈസ്. ഓക്കെ, ആ ഒരു സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർ ബാറ്ററിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് ഒന്നും ആവശ്യമില്ല, അപ്പോൾ നമ്മളത് അടയ്ക്കുകയാണ്. ഇനി നമുക്ക് ഓക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഭാഗത്തിനാണ്, അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം. ഓക്കെ, ചുണ്ണിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗ്രാനി, ഓക്കെ മോളെ, ഓക്കെ ഡി പൂറി മോളെ,
ഗൈസ് ഇവള് വരുന്നില്ല. എൻ്റെ സമയം വേസ്റ്റിംഗ് ആണോ? യെസ് യെസ്, നോ നോ നോ, മോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അണ്ടകലാശം നോക്കി പിടിച്ചോളൂ മോളെ. ഓക്കെ, അണ്ണായിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഇനി എന്നെ അങ്ങനെ കൊല്ലരുത്, മാറി നിന്നോളേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബുക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതങ്ങ് തൂക്കാം. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് ഷടപടയെന്ന് ചെയ്യണം. ഇതിൽ നമ്മൾ മൂഞ്ചി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേണ്ട ചെല്ലുന്നു. പെട്ടെന്നാണ് ഗൈസ്, സ്റ്റഡി ബഡി. ഓക്കെ, അപ്പോൾ ദേ ഈ സുണ പൊക്കുന്നു, നമ്മൾ ബുക്ക് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കട്ടിംഗ് പ്ലെയർ എടുക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോർ അടച്ചിട്ടുണ്ട് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഡോർ അടച്ചിട്ടുണ്ടെയാണ് ഗൈസ് കൂടുതൽ നല്ലത്. ഓക്കെ ഓക്കെ, പ്ലാങ്ക് എടുക്കുക, ഇതിവിടെ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ കട്ടിംഗ് പ്ലെയർ എടുക്കുക. നോക്കി പോകണം ഗൈസ്. കഴിഞ്ഞ വട്ടം എനിക്കൊരു നല്ല അസൽ പണി കിട്ടിയായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സേഫ് കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാർ കീ ഓക്കെ, കാർ കീ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓടുക കേട്ടോ, ഇല്ലേ മൂഞ്ചും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ 2 ചുണ്ണ അവിടെ ഡ്രോപ്പ് ആയതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് ഉറപ്പായിട്ടും പോകും ഗൈസ്, 100% പോവും. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഇവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ സ്പൈഡർ കീ അങ്ങ് എടുക്കാവേ ഗൈസ്, നമ്മുടെ ഗ്രാനി. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്പൈഡറുള്ള സ്ഥലത്തോട്ട് പോവാമായിരുന്നു, ബട്ട് ഇപ്പോൾ തള വരും. ഓക്കെ, എന്നെ കണ്ടായിരുന്നു. ഓക്കെ, ഓ പുള്ളിക്കാരി പോയില്ലായിരുന്നു ഗൈസ്, നമ്മളൊന്ന് മൂഞ്ചിച്ചു വിടാനുള്ള പുറപ്പാടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ വീഴുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുണ്ണി ഡ്രൈവർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചുണ്ണി ഡ്രൈവർ എടുത്ത് താഴേക്ക് പോവുകയാണ്. എടുത്തേക്കാം ഗൈസ്. ഓക്കെ, ഇത് നമ്മൾ സ്പൈഡറിനെ പേടിക്കാനൊന്നുമില്ല ഗൈസ്, അവൾ വെറും ചുണ്ണിയാണ് ഗൈസ്, ചുണ്ണി. ഓക്കെ, നമ്മുടെ ചുണ്ണിയുടെ അത്ര ഉള്ളൂ സ്പൈഡർ. ഓക്കെ, ഇപ്പുറത്ത് നമ്മുടെ കോഗുവീലുണ്ടാവും. ഓക്കെ, കോഗുവീലും കൊണ്ട് പട്ടേ യൂസ് ഒന്നും ഇല്ലാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി എന്തെങ്കിലും സാധനം വിട്ടു പോയിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല, ഞാൻ വലിയതായിട്ട് ചെക്ക് ചെയ്തില്ല ഈ ഒരു എസ്കേപ്പ്. ഓക്കെ, അപ്പോൾ അവിടെ നേരെ പോയി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ റൈറ്റ് അല്ല, ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഹാമർ ശരിക്കും എടുക്കണം. പക്ഷേ ഈ ഒരു ഞാൻ ആ ഗ്ലിച്ച് യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഹാമറിൻ്റെ ആവശ്യം വേണ്ടാത്തത്. അപ്പോൾ നിങ്ങളും ആ ഒരു ഗ്ലിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് പാഡ് ലോക്കി കിട്ടും. അപ്പോൾ നമ്മൾ പാഡ് ലോക്കി കൊണ്ട് പരമാവധി എത്ര സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റണോ അത്ര സ്പീഡിൽ നമ്മൾ ഓടുക ഗൈസ്, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടം വരെ എത്തി. ഓക്കെ, ഈസി പീസി ഗൈസ്, ഈസി പീസി. ഓക്കെ, അപ്പോൾ ഇറങ്ങുന്നു, നേരെ ഈ ചുണ്ണി തുറക്കുന്നു. ഓക്കെ, ഇവിടെ സൗണ്ട് ഉണ്ടാക്കുന്നു. ഓക്കെ, അവിടെ എങ്ങാണ്ടായിരുന്നു ഗൈസ്, പാവത്തിന് നമ്മൾ ഈ ചുണ്ണി ഏരിയയിലോട്ട് വിളിച്ചു വരുത്തുകയാണ് ഗൈസ്. തളരുടെ അവസ്ഥ, മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാം, എന്നാലും വരേണ്ടതായിരിക്കുന്നു. ഓക്കെ, മോളെ വാടി പൂറി. ഓക്കെ, വരുന്നില്ല. വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്നും വേണ്ട ഗൈസ്, എല്ലാം സെറ്റായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഇതിവിടെ യൂസ് ചെയ്തു. ഓക്കെ, എന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ ഗൺ ഞാനൊന്ന് എടുത്തുകൊണ്ട് വരുവാണ്. ഓക്കെ, വന്ന വഴിക്ക് നമുക്ക് ഏതായാലും അമ്മച്ചിക്കിടന്ന് പൊട്ടിച്ചിട്ട് തന്നെയാണ് ഗൈസ് പോണോളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ ഗ്രാനിയിലെ ഹാർഡ് മോഡിലിട്ട് നമ്മൾ 3 എസ്കേപ്പ് ഉണ്ട് ഇതിനകത്ത്. അതിൽ 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി ഒന്നുമില്ല കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി പുതിയ ഗെയിമുകളൊക്കെ വേണമെങ്കിൽ ഡു കമൻറ്റ്. എക്സ്ട്രീം മോഡിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ വേണേൽ സൂപ്പർ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ ടെഡീനെ വെച്ചൊക്കെ എസ്കേപ്പ് ചെയ്യണമെന്ന് പറയണം ഗൈസ്. ഓക്കെ, ഞാൻ പരമാവധി നോക്കുന്നതാണ് എൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർക്കി അവിടെ കിടക്കട്ടെ. ഓക്കെ, അല്ല ഗൈസ്, കാർക്കി ഇവിടെ. ഓക്കെ, ഇത് തുറക്കുക, ഇത് ഇവിടെ ഇടണം. അപ്പോൾ ഗൈസ് ഗ്രാനി വരുമോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഓക്കെ, ഓ ഗൈസ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഗൈസ് ഞാനവിടെ സർവൈവ് ചെയ്തത്. ഓ
ഇനി ഇത് കുരുട്ട് ഗൈസ്, ഇവളില്ലേ നമ്മളെ കൊല്ലും. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഗ്ലിച്ച് അടിച്ചിടയ്ക്ക് പോകും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ സൂക്ഷിച്ച് ചെയ്യണേ. ഓക്കെ, എടി മാറി നേടി. ഓക്കെ ഗൈസ്, ഞാൻ ചത്തു എന്നാണ് ഗൈസ് കരുതിയേ. ബിക്കോസ് ഷോർട്ട് ഗൺ എടുക്കാനുള്ള ടൈം എനിക്ക് ആ തള്ള തന്നില്ലായിരുന്നു. എന്തോ ഒരു ഭാഗ്യം എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ എല്ലാം ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ ക്യാനും കൂടി കൊണ്ടുപോയേക്കാം. ഓക്കെ, അപ്പോൾ മാറിയിരിക്കുന്നതല്ലേ ഗൈസ്. ഇതിനകത്ത് ഒരു ആമോയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് തള്ളേനെ ഒരു വട്ടം കൂടി ഏതായാലും പൊട്ടിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ഈ ഒരു ഇതും എസ്കേപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ സാധനം ഷട്ടറും കാര്യങ്ങളും പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ മുതുമുത്തച്ചി ഗ്രാനീനെ നമുക്ക് ഒന്നുകൂടി ആദരവോടെ ക്ഷണിക്കാം ഗൈസ്. ക്ഷണിച്ച് വീട്ടിൽ പോകാമെന്ന് വരുമ്പോൾ ഓക്കെ വാടി. ഓക്കെ എന്നാ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എസ്കേപ്പ് അടിക്കാനുള്ള ടൈം ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ് നമുക്ക് റിവേഴ്സ് അടിക്കാം. ഓക്കെ, തള്ള ഇവിടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഫോർവേഡ് അടിക്കാം. ഓക്കെ, തള്ളക്കെട്ട് ഒരു ഇടി. ഓക്കെ, തള്ളയുടെ പരിപ്പിളക്കിയിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് രണ്ടാമതിടി ആൻഡ് റിവേഴ്സിങ്. ദേ കിടക്കുന്നു ഗൈസ് തള്ള വടി പോലെ. ആൻഡ് ഗൈസ് ദേ കിടക്കുന്നു ഗൈസ് ഒരു ഗ്രാനി. ദേ നിൽക്കുന്നു ഗൈസ് വേറൊരു ഗ്രാനി. ഓക്കെ, അപ്പോൾ അത് നൈസായി. ഏതായാലും നമ്മൾ ഗ്രാനി ചാപ്റ്റർ 1 നിന്ന് എല്ലാ എസ്കേപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചുണ്ണി എസ്കേപ്പുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. അത് ഞാൻ പറയാൻ മറന്നുപോയി. പ്ലീസ് ഡു ഇറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ എല്ലാ എസ്കേപ്പും ഗ്രാനിയുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറയുന്നത് നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 ചിലപ്പോൾ കിടക്കുമായിരിക്കും. അത് ഈസിയാണ്, എനിക്ക് പറ്റുള്ളൂ. ഹാർഡൊന്നും ആയിട്ടില്ല. അപ്പാപ്പനെ വെട്ടിക്കാൻ എനിക്ക് പറ്റില്ല ഗൈസ്. പിന്നെ ഗ്രാനി റീവാമ്പ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. അത് ഞാൻ അടുത്ത് തന്നെ ട്രൈ ചെയ്യും. ബൈ ഗൈസ്.